എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാച്ചുറലായിട്ട് നമ്മുടെ നരയൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ്. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒരു സ്പൂൺ അളവ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഹെന്നാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ന്യൂബറിൻ്റെ ഹെന്നാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഹെന്ന പൗഡർ ഞാനൊരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ച് ഹെന്ന പൗഡറിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഹെന്ന പൗഡറാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കുക. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 2 സ്പൂണ് ഹെന്ന പൊടിയിലേക്ക് 1 സ്പൂണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കറുപ്പാകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആദ്യം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 4 ഡ്രോപ്പോളം വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ തൈരിൽ മാത്രമാണ് ഞാൻ ഈ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള തൈര് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടി മിക്സ് ചെയ്തെടുക്കാം. നീലാമരിയൊക്കെ തേക്കുന്നത് കൊണ്ട് അലർജി ഉള്ളവർക്കൊക്കെ ഈ മെത്തേഡ് ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേശ്ശെയായിട്ട് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ അടുത്ത് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ തൈര് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തൈര് മതിയാവും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അളവ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 8 മണിക്കൂർ നമ്മൾ അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 8 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി ഫുൾ ടൈം നമ്മളിതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം രാവിലെ എടുത്ത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ തന്നെ കാണാം മേൽഭാഗത്ത് വലിയ ചേഞ്ച് വന്നിട്ടില്ലെങ്കിലും അടിഭാഗമെല്ലാം നല്ല പോലെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഈ സ്പൂൺ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കറുപ്പായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂറിന് ശേഷമാണ് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നല്ല ബ്ലാക്ക് കളറായിട്ട് ഈ പാക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കാണാം നല്ലപോലെ കളറ് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഹെന്ന പാക്ക് ഇടുമ്പോൾ മുടി നല്ല ഡ്രൈ ആയി വരാറുണ്ട്. പക്ഷേ ഈ പാക്ക് ഇട്ട് നോക്കിക്കോളൂ, മുടി നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ പാക്കിലൂടെ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിരുന്നതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് നല്ലപോലെ കളറ് ചേഞ്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുത്തതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു അലർജിയും വരുന്നതല്ല. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ കളറ് നല്ല ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തലമുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല കുറച്ചും കൂടെ നല്ലപോലെ ബ്ലാക്കായിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ ഇതിന് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് തല നല്ലപോലെ നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയായിരിക്കണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെൻ്റെ നെറ്റിയുടെ ഫ്രണ്ട് സൈഡ് മുഴുവൻ നരയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ നമ്മൾ തേച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും ഇതുപോലെ വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ ഇന്നത്തേത്. ഇതുപോലെ നര കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നരയുള്ള ഭാഗങ്ങളിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
പല പായ്ക്ക് ഇട്ടാലും നമുക്ക് നല്ല ഡാർക്ക് കറുപ്പ് കളറൊന്നും കിട്ടാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പായ്ക്കുകൾ നമ്മുടെ മുടിക്ക് നല്ല ഗുണം കിട്ടുന്നതായിരിക്കും. നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ട് നമ്മൾ ഇത് ഡൈ ചെയ്തെടുക്കുന്നത്. ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ പലർക്കും നേരത്തെ തന്നെ ഏജ് ആകുന്നതിന് മുന്നേ നെറ്റിയുടെ മുൻഭാഗത്തൊക്കെ മുടി ഇതുപോലെ നരച്ചു വരാറുണ്ട്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ പായ്ക്കൊക്കെ വെച്ചിട്ട് ഡൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ആ ഹോർമോണൊക്കെ നമുക്ക് പ്രശ്നമാവുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ കാര്യം എത്രയോ നല്ലതാണ് നമ്മൾ ഇതുപോലെ നാച്ചുറലായിട്ടുള്ളതൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എത്രത്തോളം കളർ വേണോ അല്ല നമുക്ക് ഏത് കളറാണോ തൃപ്തിപ്പെടുന്നത് ആ കളർ നമ്മളൊന്ന് ചൂസ് ചെയ്തിട്ട് അത് പിന്നെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അത് കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതുപോലെ വെച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല തിക്ക് ബ്ലാക്ക് കളറല്ല കിട്ടിയേക്കുന്നത്, ഒരു നല്ല തിക്കായിട്ടുള്ള ബ്രൗൺ കളറാണ് കേട്ടോ. എന്നാലും എനിക്കിത് അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നരച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മതിയെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നീലയമരിപ്പൊടിയും കൂടെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നീലയമരി യൂസ് ചെയ്യാത്തത് എനിക്ക് അലർജി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.